കേരളത്തിലെ മനോഹരമായ റോഡുകളിലൊന്നാണ് ഈരാറ്റുപേട്ട വാഗമൺ റോഡ്. മനം കുളിർപ്പിക്കുന്ന കാഴ്ചകൾ സമ്മാനിക്കുന്ന ഈ റോഡിലൂടെ നമ്മൾ യാത്ര ചെയ്താൽ എങ്ങനെ ഉണ്ടാകും? പച്ച പുതച്ച മലനിരകളിലൂടെ തഴുകിപ്പോകുന്ന കോടമഞ്ഞ്, ചാറ്റൽ മഴയ്ക്കൊപ്പം മനം കുളിർപ്പിക്കുന്ന തണുത്ത കാറ്റ്. ഏതൊരു വിനോദസഞ്ചാരിയെയും ആകർഷിക്കുന്ന ഈ പാത അത്രമേൽ സുന്ദരം. എന്നാൽ മഴക്കാലം ശക്തമായാൽ കാര്യങ്ങൾ മാറിമറിയും. മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും പതിവാണ് ഈ പാതയിൽ. അരുവികളും വെള്ളച്ചാട്ടങ്ങളും രൗദ്രഭാവത്തിലേക്കെത്തും. ഏറ്റവും മനോഹരമായ കാര്യാട് ടോപ്പിൽ പോലും ഭീതിജനകമായ അന്തരീക്ഷം. മലമുകളിൽ നിന്നും പാറക്കല്ലുകൾ താഴേക്ക് വീഴുന്നതും പതിവ്. കഴിഞ്ഞ വർഷം തന്നെ ഒരു പാർട്ടിക്കാർ തൊഴിലുകാരവിടെ നിന്ന് ഫോട്ടോ എടുത്തിരിക്കുകയായിരുന്നു. ഒരു കല്ലെടുന്ന് ഞാൻ പറഞ്ഞു ചേട്ടാ ഓടിക്കോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ കല്ലെട്ട് അവന് മാറുകയും കല്ലുരുണ്ട് കൊടുത്ത് താഴെ വീഴുകയും ചെയ്തു. ആ വെല്ലുകല്ല് വീണത് അതിന് മുമ്പ് ആ വെല്ലുകല്ല് വീണത് ചേട്ടാ ഫോട്ടോ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ വിട്ടുപോക്കോ, അവിടെ വെല്ലുകല്ല് വരാനുണ്ട്, അതിൻ്റെ അടി ഊരുന്നുണ്ടെന്ന് പറഞ്ഞു. പുള്ളി പോയി കഴിഞ്ഞാൽ രാത്രി 8 ഒരു കല്ലം കൊണ്ട് വീണിട്ടൊരു 4 JCBക്ക് 2 JCB കൊണ്ട് തള്ളി മാറ്റിയത്. ഒരു 4 ലോഡ് കല്ലുണ്ടായിരുന്നു. മഴക്കാലമായാൽ ഇതാണ് ഈ റോട്ടിലെ അവസ്ഥ. മൂടൽമഞ്ഞ് വന്ന് കാഴ്ചകൾ മറയ്ക്കും. തൊട്ടു മുന്നിലുള്ള വാഹനങ്ങൾ പോലും കാണാൻ സാധിക്കാത്ത അവസ്ഥ. അതുകൊണ്ട് തന്നെ വലിയ അപകട സാധ്യതകളാണ് ഇവിടെ ഒളിയിരിക്കുന്നത്. മഞ്ഞ് ഭയങ്കര മഞ്ഞാണല്ലോ, നമുക്ക് എതിരെ വരുന്ന വണ്ടിയൊന്നും കാണാൻ പറ്റില്ല. ഇല്ല, നല്ല മുൾമഞ്ഞ്. പിന്നെ 4 ഇൻഡിക്കേറ്ററും 4 ലാമ്പൊക്കെ തെളിച്ചിട്ടാണ് ആൾക്കാർ പോകാറ്. വിനോദസഞ്ചാരികളാണ് ഏറെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ മനോഹരമായ പാത വലിയ ആശങ്ക ഉയർത്തുന്നുണ്ട്. നിരവധി യാത്രക്കാർ ഇതിലെ പതിവായി കടന്നു പോകാറുണ്ട്. മഴക്കാലത്ത് അത്രമേൽ ദുർഘടമാണ് യാത്ര. അതുകൊണ്ട് തന്നെ രാത്രികാല യാത്രാ നിരോധനങ്ങളും പലപ്പോഴും ഏർപ്പെടുത്താറുണ്ട്. ടോബി ജോൺസൺ, 24 കോട്ടയം.